നിങ്ങൾക്കിടയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിലെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു എനർജിയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സൈലൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ടാണ് മൈൻഡിൽ കാണുന്നത്. അതുപോലെ നിങ്ങൾ സംസാരിക്കാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ ബ്ലോക്കായിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു കോളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ബ്ലോക്കേജ് മാത്രമല്ല, കൂടെ ഉണ്ടെങ്കിൽ പോലും സംസാരമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേരുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് തുറന്നു പറയാതെ ഉള്ളിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ജസ്റ്റിസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരാളുടെ ഭാഗത്ത് സത്യമുണ്ട്. ആ സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഒരു ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് നിങ്ങൾക്കിടയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരാൾ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തണം. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കേണ്ടതുണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നീട് ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് വരുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിടയിൽ ഏതോ ഒരു വ്യക്തി ഇപ്പോൾ ഒരു വിഡ്രോവൽ മോഡിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ അവർ കുറച്ച് സൈലൻ്റ് ആയിട്ടും ഇപ്പോൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഒരു റിലേഷൻ്റെ അവസാനമാണെന്ന് നിങ്ങളിവിടെ കാണണ്ട. അതൊരു സെൽഫ് റിയലൈസേഷൻ ഇതിനിടയ്ക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ടൈമാണ് ഇപ്പം നിങ്ങൾക്കെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.